ബിഗ് ബോസ് മലയാളം സീസൺ 6ലേക്ക് കുറച്ചുകൂടെ കരുത്തരായ മത്സരാർത്ഥികളെ കൊണ്ടുവരാമായിരുന്നുവെന്ന് മോഡലും മുൻ ബിഗ് ബോസ് താരവുമായ അലസാൻഡ്ര ജോൺസൺ. മത്സരാർത്ഥികളുടെ പ്രകടനത്തിലെ പോരായ്മയും ചില മുൻ താരങ്ങൾ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളും സീസണിന്റെ മൊത്തത്തിലുള്ള ക്രെഡിബിലിറ്റിയെ ബാധിച്ചിട്ടുണ്ടെന്ന് താരം വ്യക്തമാക്കുന്നു. മൈൽസ്റ്റോൺ മേക്കേഴ്സ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് താരം പ്രതികരിച്ചത്. ജിൻഡോ വളരെ കണ്ണിങ്ങായ ഒരു മത്സരാർത്ഥിയായിരുന്നു. അദ്ദേഹം ഒരു ഇന്നസെന്റ് ആണ്. അത് എങ്ങനെ പുറത്ത് വർക്കാവുന്നുവെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പുള്ളി ആ ഒരു ഇന്നസെന്റ് സെല്ലിങ് പോയിന്റാക്കി. പിന്നെ അപ്സരയൊക്കെ ടോപ്പ് 5ലേക്ക് എത്തുമെന്ന് കരുതിയിരുന്നു. അവരൊക്കെ നേരത്തെ പോയത് അത്ര ഓക്കെ തോന്നിയിട്ടില്ല. ഗബ്രിയുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. ഋഷി, അഭിഷേക് എന്നിവർ ടോപ്പ് 5ൽ എത്താൻ അർഹരായിരുന്നുവെന്ന് ഞാൻ കരുതുന്നില്ല. അഭിഷേകിന് പിന്നെ ടിക്കറ്റ് ഫിനാലെ കിട്ടിയതാണ്. ജിൻഡോയും ജാസ്മിനും എത്താൻ അർഹരാണ്. നോറയൊക്കെ നല്ല മത്സരാർത്ഥിയാണ്. പക്ഷെ ആ ഒരു ഒച്ചപ്പാട് സഹിക്കാൻ എനിക്ക് സാധിക്കില്ല. ഇവരെയൊക്കെ ഓൾമോസ്റ്റ് അവസാനം വരെ എത്തിയവരാണെന്നും താരം കൂട്ടിച്ചേർത്തു. ഗബ്രിയെ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നതാണ്. അവനോട് ഞാൻ കാര്യം ചോദിച്ചിരുന്നു. അവന് ഇഷ്ടമുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. മറ്റു കാര്യങ്ങളൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. അതേക്കുറിച്ച് കൂടുതൽ അറിയാനും എനിക്ക് താല്പര്യമില്ലായിരുന്നു. സത്യം പറ, നിനക്ക് ഇഷ്ടമല്ല എന്ന് മാത്രമാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് ഇഷ്ടമായിരുന്നു എന്നാണ് അവന്റെ മറുപടിയെന്നും അലക്സാണ്ട്ര പറയുന്നു. അവൻ എന്താണ് അവിടെ ഉദ്ദേശിച്ചതെന്ന് സത്യമായിട്ടും എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ എനിക്ക് കൂടുതൽ പ്രതികരിക്കാനും സാധിക്കില്ല. ആ റിലേഷൻ ജെന്യൂൻ ആയിരുന്നോ അല്ലയോ എന്ന കാര്യത്തിൽ ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു പ്രസ്താവന നടത്തിയതിൽ പോരായിരുന്നോ? ജാസ്മിനും ഗബ്രിയും ഇപ്പോൾ പുറത്തുണ്ട്. അവരും ഇതുവരെ ഒരു വ്യക്തത വരുത്തിയതായി ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പിന്നെ ഞാനായിട്ട് എന്ത് പറയാനാണെന്ന് താരം ചോദിക്കുന്നു. ബി അൾട്ടിമേറ്റ് ഉണ്ടെങ്കിൽ തന്നെ എന്നെ വിളിക്കാൻ സാധ്യത കുറവാണ്. വിളിച്ചാൽ തന്നെ വളരെയധികം ചിന്തിച്ചിട്ടേ പോകാൻ സാധിക്കുകയുള്ളൂ. അറിയാലോ, മറ്റ് സീസണുകളിലെ ആളുകളൊക്കെയാണ് വരാൻ പോകുന്നത്. എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നവരും വരാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ വീണ്ടും പോയി റിസ്ക് എടുക്കണോ എന്ന് സംശയമുണ്ട്. പിന്നെ നല്ല പേയ്മെന്റ് ഒക്കെ തന്നാൽ പോകുമെന്നും താരം കൂട്ടിച്ചേർത്തു.